ഹലോ ഗൈസ്, വെൽക്കം ടു അഥീനാസ് വോയ്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 ഇയർ പ്ലാനിനെ കുറിച്ചാണ്. സ്കൂൾ ലെവലിലായിക്കോട്ടെ, UG PG ലെവലിലായിക്കോട്ടെ, കോമ്പറ്റീറ്റീവ് എക്സാംസിനായിക്കോട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് 5 ഇയർ പ്ലാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സെൻട്രൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നതും ഫിനാൻസ് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. പ്രധാനപ്പെട്ട 3 സെൻട്രൽ പ്ലാൻസാണ് 5 ഇയർ പ്ലാൻ, 20 പോയിൻ്റ് പ്രോഗ്രാം, മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം, MPLAD സ്കീം. 5 ഇയർ പ്ലാൻസ് ഇൻ ഇന്ത്യ. 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന ആശയം ഇന്ത്യ എടുക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ പീരിയഡ് 1951 to 1956 ആണ്. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ടാർഗറ്റ് ചെയ്തിരുന്ന ഗ്രോത്ത് 2.1%, എന്നാൽ ആക്ച്വൽ ഗ്രോത്ത് 3.6% ആയിരുന്നു. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സക്സസ് പ്ലാനാണ്. പ്ലാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹാരോഡമർ മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഈ ഒരു 5 ഇയർ പ്ലാൻ്റെ ടൈമിൽ 5 IIT സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് IIT ഖരഗ്പൂർ 1951 സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ 1956 to 61 പീരിയഡ്. ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു മെയിൻ ലക്ഷ്യം. പ്രൊഫസർ മഹലനോബിസ് ആയിരുന്നു സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് ഈ പ്ലാനിനെ മഹലനോബിസ് പ്ലാൻ എന്നും അറിയപ്പെടുന്നു. ടാർഗറ്റ് ചെയ്തിരുന്ന ഗ്രോത്ത് 4.3%, ആക്ച്വൽ ഗ്രോത്ത് 4.5% ആണ്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ്റെ ടൈമിൽ സ്റ്റീൽ പ്ലാൻസ് വന്നു, ആറ്റോമിക് എനർജി കമ്മീഷൻ വന്നു. 1957 ചെയർമാൻ ഹോമി ജെ ബാബ ആയിരുന്നു. ഈ പീരീഡ് ഓഫ് ടൈമിൽ ഇന്ത്യയിൽ ക്ലോസ്ഡ് എക്കണോമി ആയിരുന്നതിനാൽ ഫുഡിൻ്റെയും ക്യാപിറ്റലിൻ്റെയും കേസിൽ ഷോർട്ടേജസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. തേർഡ് 5 ഇയർ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 1961-65 പീരീഡിലാണ്. തേർഡ് 5 ഇയർ പ്ലാനിനെ ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നു. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, റീജിയണൽ ഡെവലപ്മെൻറ്റ്, എക്കണോമിക്കലി ഇൻഡിപെൻഡൻറ്റ്, ഇത് മൂന്നുമായിരുന്നു ഈ 5 ഇയർ പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ സിനോ ഇന്ത്യ ചൈന വാർ 1961 ഇന്ത്യ ചൈന വാറും 1965 ഇന്ത്യ പാകിസ്ഥാൻ വാറും ഈ 5 ഇയർ പ്ലാൻ ഫെയിൽ ആവുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി മാറി. ടാർഗറ്റ് ചെയ്തിരുന്ന ഗ്രോത്ത് 5.6%, എന്നാൽ ആക്ച്വൽ ഗ്രോത്ത് 2.4% തേർഡ് 5 ഇയർ പ്ലാൻ ഫെയിലിയർ ആയതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഒരു 3 ആനുവൽ പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു 1966-69 പീരിയഡിൽ. ആനുവൽ പ്ലാൻസിനെ പ്ലാൻ ഹോളിഡേയ്സ് എന്നറിയപ്പെട്ടു. അഗ്രികൾച്ചർ, അലൈഡ് സെക്ടേഴ്സ്, ഇൻഡസ്ട്രിയൽ സെക്ടർ തുടങ്ങിയ 3 സെക്ടേഴ്സാണ് ഈ പ്ലാനിൻ്റെ മെയിൻ പ്രയോറിറ്റി. ഫോർത്ത് 5 ഇയർ പ്ലാൻ പീരിയഡ് 1969-74. മെയിൻ ലക്ഷ്യം, മെയിൻ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഗ്രോത്ത്, സ്റ്റെബിലിറ്റി, സെൽഫ് റിലയൻസ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഫോർത്ത് 5 ഇയർ പ്ലാനിൻ്റെ പീരിയഡിൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. 1969 14 ബാങ്ക്സുകൾ നാഷണലൈസേഷൻ ചെയ്തു. പോക്രാൻ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി. അതിനറിയപ്പെടുന്നത് ബുദ്ധ സ്മൈലിംഗ് ഇൻ 1974. ഇന്ത്യ പാകിസ്ഥാൻ വാർ 1971 നടന്നു. ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് 5.7%, ആക്ച്വൽ ഗ്രോത്ത് 3.3% ആയിരുന്നു. സോ ഈ 5 ഇയർ പ്ലാനും ഫെയിലിയർ ആയിരുന്നു. ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ പീരിയഡ് 1974 to 1978. ഈ പ്ലാനിൻ്റെ ഗോൾ എന്തൊക്കെയായിരുന്നു? ഗരീബി ഹട്ടാവോ, അതായത് പോവേർട്ടി അലിവേഷൻ, എംപ്ലോയ്മെൻറ്റ്, ജസ്റ്റിസ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിഫെൻസ്. ഫിഫ്ത്ത് 5 ഇയർ പ്ലാനിൻ്റെ പീരിയഡ്സിൽ എന്തൊക്കെ നടന്നു? 1975 ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് അമെൻഡ് ചെയ്തു. കൂടാതെ 20 പോയിൻ്റ് പ്രോഗ്രാമും മിനിമം നീഡ്സ് പ്രോഗ്രാം, ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഫിഫ്ത്ത് 5 ഇയർ പ്ലാനിൻ്റെ ടാർഗറ്റ് ഗ്രോത്ത് 4.4%, ആക്ച്വൽ ഗ്രോത്ത് 4.8% ആണ്. അതുകൊണ്ട് ഈ ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ സക്സസ് ആയിരുന്നു. എന്നാൽ 1978 മൊറാർജി ദേശായി ഗവൺമെൻറ് എലക്റ്റഡ് ആയതോട് കൂടിയിട്ട് ഈ പ്ലാൻ ടെർമിനേറ്റ് ചെയ്തു. ഫിഫ്ത്ത് 5 ഇയർ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊറാർജി ദേശായി ഗവൺമെൻറ് ഭരണത്തിൽ വരികയും അങ്ങനെ ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു.
അതിനുശേഷം 1979-80 കാലഘട്ടത്തിൽ ഒരു റോളിംഗ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. റോളിംഗ് പ്ലാനിങ്ങിൽ അവർ ബജറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തു, ഷോർട്ട് ടൈം ലോങ് ടൈം പ്ലാനുകൾ കൊണ്ടുവന്നു. എന്നാൽ 1980 കോൺഗ്രസ് തിരിച്ചു ഭരണത്തിൽ വരികയും റോളിംഗ് പ്ലാൻ റിജക്റ്റ് ചെയ്യുകയും ഒരു 6th 5-year പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു. 6th 5-year പ്ലാൻ പീരീഡ് 1980 and 85 ആണ്. 6th 5-year പ്ലാനിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഇക്കണോമിക് ലിബറലൈസേഷൻ, പോവേർട്ടി അലിവേഷൻ, ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ് ആണ്. നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ എൻഡ് ഈ 6th 5-year പ്ലാനിൻ്റെ പീരീഡിലായിരുന്നു. ടാർഗറ്റഡ് ഗ്രോത്ത് 5.2%, ആക്ച്വൽ ഗ്രോത്ത് 5.7% ആണ്. 6th 5-year പ്ലാന് സക്സസ് ആയിരുന്നു. 7th 5-year പ്ലാൻ 7th 5-year പ്ലാനിൻ്റെ പീരിയഡ് 1985 to 1990. ഈ 5-year പ്ലാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് റാപ്പിഡ് ഫുഡ് ഗെയിൻ ഇൻ പ്രൊഡക്ഷൻ കൂട്ടുക, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക, സെൽഫ് സഫിഷ്യൻ്റ് ആവുക, മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുക തുടങ്ങിയതായിരുന്നു. മറ്റുള്ള 5-year പ്ലാനിൽ നിന്നും ഈ 5-year പ്ലാനിൻ്റെ പ്രത്യേകത എന്തെന്നാൽ പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് വന്നു. പബ്ലിക്കിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. 1980 ജവഹർ റോജ്ഗാർ യോജന ഇംപ്ലിമെൻറ്റ് ചെയ്തു. ടാർഗറ്റ് ഗ്രോത്ത് 5.0 ആക്ച്വൽ ഗ്രോത്ത് 6.0 ആയിരുന്നു. ഈ 5-year പ്ലാൻ സക്സസ് ആണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ 6th 7th 5-year പ്ലാനിൽ രാജ്യം ഒരുപാട് ഇൻ്റർനാഷണൽ ഫണ്ട് സ്വീകരിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തേക്ക് വന്ന ഫണ്ട് നമുക്കത് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ പ്രൊഡക്ഷൻ ചെയ്ത് ഉണ്ടാക്കിയ വരുമാനമെല്ലാം അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വന്നു. എക്കണോമിയിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് വളർന്നെങ്കിലും ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ IMFൽ നിന്നും വേൾഡ് ബാങ്കിൽ നിന്നുമൊക്കെ ഫണ്ട് റിക്വസ്റ്റ് ചെയ്തു. അവർ ഫണ്ട് അലോ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കണ്ടീഷൻസ് ആയിരുന്നു LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അങ്ങനെ ക്ലോസ്ഡ് എക്കണോമി ആയിരുന്ന ഇന്ത്യ 1991 ഓപ്പൺ എക്കണോമിയായി മാറി. 8th 5-year പ്ലാൻ 8th 5-year പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തത് 1992-1997 അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. നരസിംഹറാവു ഗവൺമെൻറ് ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. മാർക്കറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് വന്നു. മാർക്കറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രൈവറ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഡീസെൻട്രലൈസേഷൻ വന്നു. കോപ്പറേറ്റീവ് ഫെഡറലിസം വന്നു. എന്ന് വെച്ചാൽ നേരത്തെ സെൻറ്ററിന് മാത്രമായിരുന്നു പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നത്, അത് സ്റ്റേറ്റിലേക്കും വന്നു. അഗ്രികൾച്ചറിലും അലൈഡ് സെക്ടറിലും മാനുഫാക്ചറിങ് സെക്ടറിലും എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലൊക്കെ ഗ്രോത്ത് ഉണ്ടായി. 9th 5-year പ്ലാൻ പീരിയഡ് 1997-2002 ആണ്. ഗോൾ ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 50ാമത്തെ വർഷമാണ് 9th 5-year പ്ലാന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ പ്ലാനിങ്ങിലൂടെ ബേസിക് മിനിമം സർവീസ് എംഫസൈസ് ചെയ്തിരുന്നു. പ്രധാനമായിട്ടും 7 ബേസിക് മിനിമം സർവീസാണ് ഉണ്ടായിരുന്നത്. സേഫ് ഡ്രിങ്കിങ് വാട്ടർ, പ്രൈമറി ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പബ്ലിക് ഹൗസിംഗ് അസിസ്റ്റൻസ്, ന്യൂട്രീഷൻ, PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, കണക്ടിവിറ്റി ഓഫ് ഓൾ വില്ലേജസ്. ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് 6.5%, ആക്ച്വൽ ഗ്രോത്ത് 5.6% ആണ്. ഈ ഒരു 5-year പ്ലാൻ ഫെയിലിയർ ആയിരുന്നു. 1996-97 ഉണ്ടായ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ഈ ഒരു 5-year പ്ലാൻ ഫെയിലിയർ ആവുന്നതിനൊരു കാരണമായി. 10th 5-year പ്ലാൻ 2002-2007 എയിം അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം ഇരട്ടിയാകുക. അതുകൂടാതെ 2012 15% പോവേർട്ടി റെഡ്യൂസ് ചെയ്യുക. എക്സ്പെക്റ്റഡ് ഗ്രോത്ത് 8.0%, ആക്ച്വൽ ഗ്രോത്ത് 7.6% ആണ്. സോ ഈ 5-year പ്ലാൻ ഫെയിലിയർ ആയിരുന്നു. 11th 5-year പ്ലാൻ പീരിയഡ് 2007-2012. 11th 5-year പ്ലാന് പ്രിപ്പയർ ചെയ്തത് C. രംഗരാജൻ ആണ്. എയിം ഇൻക്ലൂസീവ് ഗ്രോത്ത്. ടാർഗറ്റ് ഗ്രോത്ത് 9% ആയിരുന്നു. ആക്ച്വൽ ഗ്രോത്ത് 8% ആണ്. 12th 5-year പ്ലാന് പീരീഡ് 2012-2017. ഗോൾ ഇതായിരുന്നു: ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ടാർഗറ്റ് ഗ്രോത്ത് 8%, ആക്ച്വൽ ഗ്രോത്ത് 7% ആയിരുന്നു.
ഇത്രയുമാണ് പ്രധാനമായിട്ടും 5 ഇയർ പ്ലാനിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു.